രാജ്യത്തിന്റെ വികസനവും സൈനിക ശക്തിയും വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി. കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ ശ്വേത കെ സുഗതനും CRPF സംഘത്തെ അസിസ്റ്റന്റ് കമാൻഡന്റ് മേഘ നായരുമാണ് നയിച്ചത്. നാവികസേന പ്ലാറ്റൂൺ കമാൻഡർ H. ദേവികയായിരുന്നു. ആദ്യമായി പരേഡിൽ പങ്കെടുത്ത് കോസ്റ്റ് ഗാർഡിനെ നയിച്ചത് മലയാളിയായ പപ്പന്നൂർ ഗോപാൽ ബാബുവാണ്. വർണ്ണാഭവും പ്രൗഢഗംഭീരവുമായ റിപ്പബ്ലിക് ദിനാഘോഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. 80% വനിതകൾ അണിനിരുന്ന പരേഡ് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രകടനമായി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മുഖ്യാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റും കർത്തവ്യപഥിലെത്തിയത്. ഇരുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. പിന്നാലെ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. കരനാവിക വ്യോമസേനകളുടെ മാർച്ച് പാസ്റ്റ്, വിവിധ സംസ്ഥാനങ്ങളും മന്ത്രാലയങ്ങളും വികസിത ഭാരതം, ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രമേയത്തിലൂന്നിയ പ്ലോട്ടുകളുമായി പരേഡിൽ അണിനിരന്നു. കരനാവിക വ്യോമസേനകളുടെ കരുത്തിന്റെ പ്രകടനമായി പരേഡ് മാറി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണവും പ്രതിരോധത്തിന്റെ കരുത്തും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.